ശ്രീ അജിത്കുമാർ, ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ വിജയം നേടിയിരിക്കുന്നു, സെമിയിലേക്ക് കടന്നിരിക്കുന്നു. ഈ ആധികാരിക ജയത്തെ എങ്ങനെ വിലയിരുത്തുന്നു? പാകിസ്ഥാനോട് കളിക്കുമ്പോൾ എപ്പോഴും ഇന്ത്യ അതിന്റെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കും എന്നുള്ളതിന്റെ വേറൊരു ഉദാഹരണമാണിന്ന്. കാരണം ബോളിംഗും ആയിക്കോട്ടെ ബാറ്റിംഗും ആയിക്കോട്ടെ ഇന്ന് ഏറ്റവും ആധികാരികമായ ഒരു വിജയമാണ്. കഴിഞ്ഞവണ നമ്മൾ ODI ലോകകപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചത് ഈ അഹമ്മദാബാദിൽ വെച്ച് അതും ഇതുപോലെ തന്നെയായിരുന്നു. പാകിസ്ഥാൻ 199 റൺ നമ്മള് 192 for 4 എടുത്തിട്ട് അന്നും ഒരു 6 വിക്കറ്റ് വിക്ടറിയാണ് നമുക്ക് അതുണ്ടായത്. 7 വിക്കറ്റ് വിക്ടറി. അപ്പോൾ പാകിസ്ഥാനായിട്ട് വരുമ്പോഴാണ് നമ്മളെ ബെസ്റ്റ് പെർഫോമൻസ് എപ്പോഴും നമ്മൾ എടുക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ കാണുന്നത്. മാത്രമേ കുറച്ചും കൂടി ഇത്തവണ സമ്മർദ്ദം കുറച്ചുകൂടി കൂടുതലായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ അവർക്കാണ് നമ്മളെക്കാളും കൂടുതൽ ആധിപത്യം. കാരണം 5 മത്സരങ്ങളിൽ 3 മത്സരങ്ങൾ അവരും നമ്മൾ 2 മത്സരങ്ങൾ മാത്രം ജയിച്ചിട്ടുള്ളൂ എന്നൊരു കാര്യം. പക്ഷെ വെന്യൂ ദുബായ് ആയപ്പം കണ്ടീഷൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പം തന്നെ തോന്നി. കാരണം ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യ ഇതുവരെ പാകിസ്ഥാനോട് തോറ്റിട്ടില്ല. 7 മത്സരങ്ങൾ കളിച്ചതിൽ 6 മത്സരങ്ങളും ഇന്ത്യയാണ് വിജയിച്ചത്. അപ്പൊ ആ ഒരു പ്ലസ് പോയിന്റ് കിട്ടി. മാത്രമല്ല തുടക്കത്തിൽ ആ ഒരു റിസ്വാനും ഷാദൌത്തുള്ള ആ ഒരു 104 പാർട്ട്ണർഷിപ്പ് ഒന്ന് മാറ്റി നിർത്തിയാൽ ഒരു സ്റ്റേജിൽ പോലും പാകിസ്ഥാൻ അതിന്റെ ആധികാരികത ഇന്ന് കാണിച്ചില്ല. പക്ഷെ ഇന്ത്യൻ ബോളേഴ്സോ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ബോൾ ചെയ്തു, വളരെ കൃത്യതയോടെ. ശരിക്കും പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടി കളിക്കുക എന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടി ജനിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് പറയുന്ന പോലെ ഇന്ന് ജയിക്കാൻ വേണ്ടിയിട്ടൊരു കളിയായിരുന്നു. ഈ ചാമ്പ്യൻസ് ട്രോഫി വിജയിക്കാനുള്ള നല്ലൊരു സാധ്യത കൂടി ഈ മത്സരത്തോടെ തുറന്നു എനിക്ക് തോന്നുന്നത്. കാരണം 2 നല്ല മത്സരങ്ങൾ, നല്ല ആധികാരിക വിജയങ്ങൾ. ഒന്ന് ബംഗ്ലാദേശിനോട് 2 ദിവസം മുമ്പും 20-ാം തീയതിയും ഇന്ന് പാകിസ്ഥാനോടും എടുത്തത്. അത് ഈ ചാമ്പ്യൻസ് ട്രോഫി ഒരു വിക്ടറിക്ക് പോലും സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ നമ്മള് സെമിഫൈനൽ ബർത്ത് ഇപ്പോ ഇതോടെ ഉറച്ചു. ശരി, അത്രത്തോളം ആത്മവിശ്വാസം ഉയരുന്ന മത്സര ഫലമായി അതിനെ കാണുകയാണ് താങ്കൾ.